പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്വിഗ്ഗിയും അതേപോലെ തന്നെ സൊമാറ്റോയും ചെറിയൊരു താരതമ്യം ചെയ്യാം കേട്ടോ. അപ്പോൾ താരതമ്യം എന്നാൽ ഏകദേശം ഞാൻ വർക്ക് എടുത്തിട്ട് ഏകദേശം രണ്ടും ഒരേപോലെയാണ് ഏണിങ് കിട്ടുന്നത് കേട്ടോ. ഏകദേശം പെട്രോൾ ചിലവും ഏകദേശം എന്താ പറയുക സൊമാറ്റോ ഓടുമ്പോൾ സ്വിഗ്ഗി ഓടുമ്പോൾ ഒരേപോലെ തന്നെയാണ് എനിക്ക് വരുന്നത്. രണ്ടിലും ഇൻസെൻറ്റീവ് കാര്യങ്ങളുണ്ട്. എന്താ പറയുക ഡെയിലി ഇൻസെൻറ്റീവ് അത് വീക്ക്ലി ഇൻസെൻറ്റീവ് രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് സ്വിഗ്ഗിൻ്റെ ആപ്പ് എടുക്കാം കേട്ടോ. സ്വിഗ്ഗിൻ്റെ ആപ്പ് എടുത്താൽ ഇങ്ങനെയാട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെത് പറഞ്ഞാൽ ഇങ്ങനെയല്ല ഇനി വരുന്നത്. എന്താ പറയുക ഈ മോഡലല്ല ഇനി 10 ഓർഡർ എടുത്താൽ 105, അതേപോലെ തന്നെ 16 ഓർഡർ എടുത്താൽ 190 അങ്ങനെയുള്ള ഇൻസെൻറ്റീവിൻ്റെ എന്താ പറയുക ടേബിളല്ല ഇനി വരുന്നത്. അത് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു. കുറേ കാലം ഇറങ്ങിയപ്പോൾ പിന്നെ ഒരു അപ്ഡേഷനൊക്കെ വന്നേരെ പിന്നെ ഇങ്ങനെയാട്ടോ വന്നത്. ചിലവർക്ക് മാറിയിട്ടൊന്നും ഇല്ലയെന്നാണ് ചിലവർ പറയുന്നത്. ഇതിൽ പറഞ്ഞാൽ 10 ഓർഡർ എടുത്താൽ 105, അതേപോലെ തന്നെ 16 ഓർഡർ എടുത്താൽ 190, 22 ഓർഡർ എടുത്താൽ 295 കേട്ടോ. പിന്നെ ഈ ടാർഗറ്റ് 22ൻ്റെ ടാർഗറ്റ് കഴിഞ്ഞാൽ വേറൊരു ഓഫറും കൂടി വരുന്നുണ്ട് കേട്ടോ. വീക്ക്ലി ഇൻസെൻറ്റീവിൻ്റെ കാണിക്കുന്നില്ല. എന്താ പറയുക ഡെയിലി ഇൻസെൻറ്റീവ് മാത്രമാണ് കാണിക്കുന്നത്. വീക്ക്ലി ഇൻസെൻറ്റീവിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ആദ്യം ഒരു വീക്ക്ലി ഇൻസെൻറ്റീവും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ കേട്ടോ. അപ്പോൾ ഏകദേശം എന്താ പറയുക 2 മാസത്തിന് ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇറങ്ങലുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക ഒരു അപ്ഡേഷൻ വന്നേരം എങ്ങനെയാട്ടോ പിന്നെ വന്നത് സംഭവം. ഇനി സൊമാറ്റോൻ്റെ നോക്കട്ടോ. ഒരു മിനിറ്റ്. സ്വിഗ്ഗീൻ്റെ പറഞ്ഞാൽ ഷിഫ്റ്റ് ഇങ്ങനെ തന്നെ ആട്ടോ വരുന്നത്. നമ്മളെ ഗിഗ് മാതിരി കാണുമ്പോൾ എന്താ പറയുക ബുക്ക് ചെയ്താലേ ഉള്ളൂ വർക്കിന് ഇറങ്ങായുള്ളൂ കേട്ടോ. നമുക്ക് ഏതൊക്കെ സ്ലോട്ട് ബുക്ക് ചെയ്യണം, അതേപോലെ തന്നെ എത്ര മണി എടുക്കണം എന്നൊക്കെ നമുക്ക് എന്താ പറയുക ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ സംഭവം. അതിൽ പറഞ്ഞാൽ ഇതിൽ എൻ്റേത് പറഞ്ഞാൽ ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി AM ടു വൈകുന്നേരം 6 മണി PM വരെയാണ് എൻ്റെ അത് എന്താ പറയുക വർക്കിംഗ് ടൈം കേട്ടോ. അതിലും കൂടുതൽ നമുക്ക് വർക്ക് എടുക്കുക നമ്മൾ ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമുക്ക് സൊമാറ്റോൻ്റെ നോക്കാം കേട്ടോ. സൊമാറ്റോൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലും അതേപോലെ തന്നെ ഗിഗ് കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾക്ക് ബുക്കിംഗ് ചെയ്യണമെങ്കിൽ സ്ലോട്ടുകൾ കാര്യങ്ങളുണ്ട്. സ്ലോട്ടുകൾ എന്താ പറയുക ബുക്കിംഗ് എന്താ പറയുക ടിക്കറ്റ് ചെയ്താലേ ഉള്ളൂ നമുക്ക് വർക്കിന് ഇറങ്ങാൻ കഴിയുള്ളൂ കേട്ടോ. മറ്റോല് ഇറങ്ങാത്ത എന്താ പറയുക ഇറങ്ങാത്ത കാരണമല്ല, കിട്ടാത്ത കാരണം കേട്ടോ. ഗിഗ് കിട്ടുന്നില്ല. എന്താ പറയുക നമുക്ക് ആവശ്യത്തിനുള്ള സ്ലോട്ടുകൾ കാര്യങ്ങളൊന്നും ഒഴിവില്ല. അപ്പോൾ ഒക്കെ ഫുള്ളാണ് കേട്ടോ വരുന്നത്. അതായത് സ്വിഗ്ഗി അങ്ങനെയല്ല. സ്വിഗ്ഗിയിൽ നമുക്ക് സ്ലോട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ കാലം ഇറങ്ങാവുന്നതുകൊണ്ട് ആ ബ്ലൂ പാർട്ണർ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ബ്രൗൺസ് പാർട്ണർ ആവണം, അതുപോലെ ഡയമണ്ട് ആവണം, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിൽ. ഈ രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഈ രണ്ടും ഒരേപോലെ തന്നെയാണ് തോന്നുന്നത്. ഏകദേശം പെട്രോൾ ചിലവ് നോക്കിയാലും മണിക്കൂർ നോക്കിയാലും എനിക്ക് തോന്നുന്നു ഏകദേശം കണക്ക് നോക്കുമ്പോൾ ലാസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ രണ്ടും ഒരേ ഏണിങ്സ് ആട്ടോ വരുന്നത്. ഇതിൻ്റെ ഇത് ചെയ്യുമ്പോൾ 12 ഓർഡർ എടുത്താൽ 295 കേട്ടോ. മറ്റേതിൽ 10 ഓർഡർ എടുത്താൽ 105 വരുന്നത്. അതുപോലെ തന്നെ 15 ഓർഡർ എടുത്താൽ 275 ആട്ടോ വരുന്നതിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം എന്താ പറയുക ചെറിയ വ്യത്യാസമുണ്ട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ രണ്ടും ഒരേപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. സ്വിഗ്ഗിയിൽ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഏത് സോണാണ് ബെറ്റർ, ഏത് സോണിലാണ് അധികം ഓർഡർ ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് മാവൂർ സോണും അതേപോലെ തന്നെ ബീച്ച് സോണുമാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കുന്നമംഗലം സോണ് ഓർഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുന്നമംഗലത്ത് പറഞ്ഞാൽ ഈ രാവിലെ ഒരു 11 മണിക്ക് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഓർഡർ അടിക്കുന്നത് കേട്ടോ. രാവിലെ നമ്മൾ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകണം കുന്നമംഗലം സോണിലുള്ളവർ കേട്ടോ. ആ ഒരു സോണിലേക്ക് മാറ്റാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക ടൈമിങ് മാറിയിട്ടുണ്ട്. ആദ്യം പാർട്ട് ടൈം അതിനിപ്പോൾ ഫുൾ ടൈമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് മാറി കിട്ടിയിട്ടുണ്ട്. പക്ഷേ സോണ് ചേഞ്ച് ചെയ്ത് കിട്ടിയില്ല കേട്ടോ. മാവൂർ സോണിലേക്ക് മാറാൻ വേണ്ടി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതായിട്ട് നമ്മളെ സർവീസ് സോൺ വരുന്നത് കുന്നമംഗലം സോണാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫുഡും ഇൻസ്റ്റാമാർട്ടും കൂടിയൊക്കെ ആണ് ചെയ്യണേ. ഇപ്പോൾ ചിലവർ ഇൻസ്റ്റാമാർട്ട് മാത്രം ചെയ്യുന്നവരുണ്ട്, ചിലവർ ഫുഡ് മാത്രം ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വന്നത് പറഞ്ഞാൽ ഫുഡും ഇൻസ്റ്റാമാർട്ട് മീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്രോളിൻ്റെ കാര്യം പറയുമ്പോൾ ആ പെട്രോൾ ഞാൻ സ്വിഗ്ഗിയിലായാലും സൊമാറ്റോയിലായാലും 220 രൂപയ്ക്കാണ് അടിക്കൽ. ഇന്നലെ മിനിഞ്ഞാന്നിറങ്ങിയ ടൈമിൽ പറഞ്ഞാൽ 190 രൂപയ്ക്കാണ് അടിച്ചത്. അപ്പോൾ അത് പറഞ്ഞാൽ വേഗം നിർത്തി പോകേണ്ട ആവശ്യമുണ്ട്. ഒരു 5:45 ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നിർത്തി പോകേണ്ട കാര്യം ഉണ്ടായിട്ടാണ് ഞാൻ 190 റുപ്യക്ക് അടിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 110 റുപ്യക്ക് ബാക്കി എന്താ പറയുക ഒരു 110 കൂടി വേറെ അടിക്കല തീരാനാകുമ്പോൾ അടിക്കലാട്ടോ ചെയ്യാറ്. രണ്ടും ഏകദേശം ആ റേറ്റിന് അടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കുമ്പോൾ സൊമാറ്റോ ഓടുമ്പോൾ 220 റുപ്യക്ക് അടിച്ച് ഓടുമ്പോൾ ഈ സ്വിഗ്ഗി
പെട്രോൾ ഇങ്ങനെ ഈ 220 രൂപയ്ക്ക് അടിച്ചോടുമ്പോൾ എനിക്ക് ഏകദേശം സെയിം ആണ് കേട്ടോ വരുന്നത്. ചില ടൈമിൽ 1300 1400 കിട്ടും സ്വിഗ്ഗി. അതേപോലെ തന്നെ സൊമാറ്റോ മതി 1500 1600 ആ ലെവലിൽ ഒരു 100 റുപ്യ 150 റുപ്യ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് സൊമാറ്റോ ആയിട്ട് സ്വിഗ്ഗി ആയിട്ട് കേട്ടോ. 100 150 വ്യത്യാസം പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല. ചില ടൈമിൽ രണ്ടും ഒരേ കണക്കിലാട്ടോ വരുന്നത്. ഏകദേശം കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ലെവലിൽ എന്താ പറയുക, ചിലപ്പോൾ 1400 ആണെങ്കിലും മറ്റേതും ഈ ആ ടൈം എടുക്കുമ്പോൾ 1400 1450 ആ റേറ്റിലാട്ടോ വരുന്നത്. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.